എത്തി. മാന്ത്രിക ടിഫൻ കാരിയർ. ഒരിടത്തൊരിടത്ത് വിനു സോണി എന്ന ദമ്പതിമാരുണ്ടായിരുന്നു. ഈയിടെയായിരുന്നു അവരുടെ വിവാഹം നടന്നത്. സോണിക്ക് ഒട്ടും പാചകം അറിയില്ലായിരുന്നു. സോണിക്ക് പാചകം അറിയില്ല എന്നുള്ള കാര്യം വിനുവിന് അറിയില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ വിനു ജോലിക്ക് പുറപ്പെട്ടു. അതെ, ഞാൻ ഓഫീസിലേക്ക് പോവുകയാണ്. ഉച്ചയ്ക്ക് ഭക്ഷണം വാങ്ങിക്കാനായിട്ട് മൂർത്തി എന്നുള്ള പ്രായമുള്ള ഒരാൾ വരും. അയാളുടെ കയ്യില് ടിഫിൻ കാരിയർ കൊടുത്തയച്ചേക്ക്. അല്ല, നീ എന്താ ഇന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ പോകുന്നേ? ഞാൻ എന്താണ് ഉണ്ടാക്കേണ്ടത്? ചോറും നല്ല എരിവുമുള്ള സാമ്പാറും വെച്ച് വെണ്ടയ്ക്ക തോരനും ഉണ്ടാക്ക്. നല്ല സ്വാദോടുകൂടി ഉണ്ടാക്കണം, മനസ്സിലായോ? ഉണ്ടാക്കാം പറഞ്ഞിട്ട് അദ്ദേഹം ഓഫീസിലേക്ക് പുറപ്പെട്ടു പോയി. സോണിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തവും ഇല്ലായിരുന്നു. ഞാൻ ഇനി എന്താ ചെയ്യാ? പാചകം അറിയാത്ത എന്നെ പിടിച്ച് ഇദ്ദേഹത്തിന് കല്യാണം കഴിച്ചു കൊടുത്തല്ലോ. കല്യാണത്തിന് മുമ്പ് തന്നെ തനിക്ക് പാചകം അറിയില്ല എന്നുള്ള കാര്യം ഭർത്താവിനോട് പറയണമെന്ന് സോണി തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ സോണിക്ക് മാതാപിതാക്കൾ ആരുമില്ലായിരുന്നു. അനാഥാലയത്തിലാണ് വളർന്നത്. ആ അനാഥാലയത്തിലുണ്ടായിരുന്ന വയസ്സായ ഒരു സ്ത്രീയാണ്. ഇതുപോലൊരു നല്ല ചെറുക്കനെ ഭർത്താവായി കിട്ടുന്നത് അപൂർവമാണ്. അതുകൊണ്ട് കള്ളം പറഞ്ഞ് വിവാഹം നടത്താമെന്ന് അവർ തീരുമാനിച്ചത്. ആ മുത്തശ്ശി പറഞ്ഞ ഒരേ കള്ളം സോണിക്ക് നന്നായി പാചകം അറിയാമെന്ന. വാസ്തവത്തിൽ സോണിക്ക് ഒട്ടും പാചകം അറിയില്ലായിരുന്നു. എനിക്ക് പാചകം അറിയില്ല എന്നുള്ള കാര്യം ഇദ്ദേഹത്തോട് പറഞ്ഞാലോ? സത്യം അറിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഉറപ്പായും ദേഷ്യപ്പെടും, വഴക്കു പറയും. അദ്ദേഹത്തോട് ഉടൻ തന്നെ പാചകം പഠിക്കാമെന്ന് പറഞ്ഞ് പാചകം പഠിക്കേണ്ടത് തന്നെ. അതാണ് ശരി. ഇങ്ങനെ മനസ്സിൽ ഒരു തീരുമാനമെടുത്തു സോണി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഭക്ഷണം എടുത്തോണ്ട് പോകാനായി മൂർത്തി വന്നു. അമ്മേ, അമ്മേ! അയാളുടെ ശബ്ദം കേട്ട് പുറത്തേക്ക് വന്നു സോണി. അമ്മേ, ഭക്ഷണം തയ്യാറായി കഴിഞ്ഞോ? ആ ടിഫിൻ കാരിയർ എന്റെ കയ്യിൽ എടുത്ത് തന്നിരുന്നെങ്കിൽ സാറിന്റെ ഓഫീസിൽ കൊണ്ടുപോയി ഞാൻ കൊടുക്കുമായിരുന്നു. ആ, ഒരു മിനിറ്റ്, ഞാൻ ഉടൻ തന്നെ എടുത്തോണ്ട് വരാം. ഇപ്രകാരം പറഞ്ഞ് സോണി വീടിനകത്തേക്ക് കയറി. ഇനിയിപ്പൊ എന്താ ചെയ്യാ എന്നാലോചിച്ച അവൾ ഒരു ടിഫിൻ കാരിയർ എടുത്തോണ്ട് വന്നു. ഈ ടിഫിൻ കാരിയർ അനാഥാലയത്തിലുണ്ടായിരുന്ന ആ വയസ്സായ മുത്തശ്ശി ഇവരുടെ കല്യാണത്തിന് സമ്മാനമായി നൽകിയതാണ്. സോണി ഒരു പേപ്പർ എടുത്ത്, നിങ്ങൾ ചോദിച്ച സാമ്പാറും വെണ്ടയ്ക്ക തോരനും എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ലെന്നും എനിക്ക് പാചകം അറിയാമെന്ന് കള്ളം പറഞ്ഞ് എന്നെ നിങ്ങൾക്ക് കല്യാണം കഴിച്ചു തന്നുവെന്നും വ്യക്തമായി എഴുതി സോണി ആ ടിഫിൻ കാരിയറിനുള്ളിൽ വെച്ചു. എന്നിട്ട് ആ ടിഫിൻ കാരിയർ കൊണ്ടുവന്ന് മൂർത്തിയുടെ കൈവശം ഏൽപ്പിച്ചു. എന്താ, തയ്യാറായി കഴിഞ്ഞോ? ഇതാ ചേട്ടാ ടിഫിൻ കാരിയർ, ഇത് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തേക്കൂ. മൂർത്തി ടിഫിൻ കാരിയറും വാങ്ങി അവിടെ നിന്ന് പുറപ്പെട്ടു. ഓഫീസിലെത്തിയ മൂർത്തി എടുത്തോണ്ട് വന്ന ടിഫിൻ കാരിയർ വിനുവിന്റെ അടുത്ത് വെച്ചു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുവാനായി ടിഫിൻ കാരിയർ തുറന്നു വിനു. അവൻ ആവശ്യപ്പെട്ടതുപോലെ സാമ്പാറും വെണ്ടയ്ക്ക തോരനും പായസവും ഉണ്ടായിരുന്നു. അത് വയറു നിറച്ചു കഴിച്ചു. വൈകുന്നേരം വീട്ടിലേക്ക് എത്തി. അദ്ദേഹത്തെ കണ്ടതും, ഭക്ഷണം ഒന്നും ഉണ്ടാക്കാതെ പേപ്പറിൽ എഴുതി ടിഫിൻ കാരിയറിൽ വെച്ചതാണല്ലോ, ഇനി എന്തൊക്കെ സംഭവിക്കോ എന്ന് ആലോചിച്ചുകൊണ്ടേയിരുന്നു സോണി. കയ്യിലുണ്ടായിരുന്ന ടിഫിൻ കാരിയർ സോണിയെ ഏൽപ്പിച്ചു വിനു. സോണിയും ടിഫിൻ കാരിയർ വാങ്ങിച്ചു. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, അടിപൊളി അടിപൊളി, നീ ഉണ്ടാക്കി കൊടുത്ത ആ സാമ്പാറും വെണ്ടയ്ക്ക തോരനും എന്തൊരു സ്വാദായിരുന്നു. എന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു ഭക്ഷണം ഇതുവരെ കഴിച്ചിട്ടേയില്ല. ഞാൻ പറയാതെ തന്നെ പായസം വേറെ കൊടുത്തയച്ചിരുന്നു. ഒരു പൊടി പോലും ഇല്ലാതെ മുഴുവനും ഞാൻ തീർത്തു. നീ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന എല്ലാവരും പറഞ്ഞിരുന്നു. പക്ഷെ നീ ഇത്ര ഗംഭീരമായിട്ട് ഉണ്ടാക്കുമെന്ന് ഞാൻ ഇപ്പഴാ അറിയുന്നേ. സോണിക്ക് ഒന്നും മനസ്സിലായില്ല. എനിക്ക് പാചകം അറിയില്ലെന്നല്ലേ പേപ്പറിൽ എഴുതിയിട്ടത്? എങ്ങനെയാണ് പേപ്പർ സാമ്പാറായും വെണ്ടയ്ക്ക തോരനായും മാറിയത് എന്ന് ആലോചിച്ചു. പക്ഷെ ഒന്നും മനസ്സിലായില്ല. നാളെയും പേപ്പറിൽ എഴുതി വെച്ചു കൊടുത്തയക്കണം. എന്ത് സംഭവിക്കുന്നെന്ന് നോക്കാം. ഇപ്രകാരം മനസ്സിൽ ഓർത്തു സോണി. അടുത്ത ദിവസം രാവിലെ വിനു ജോലിക്ക് പുറപ്പെടുമ്പോൾ, ഇന്ന് രസം വെച്ചിട്ട് മീൻ വറുത്തും ചേർത്ത് കൊടുത്തയക്കണം കേട്ടോ എന്ന് പറഞ്ഞു. പക്ഷേ സോണിക്ക് പാചകം അറിയില്ലല്ലോ. എന്നാലും സോണി ശരി ചേട്ടാ എന്ന് തലകുലുക്കി സമ്മതിച്ചു. വിനു ജോലിക്ക് പുറപ്പെട്ടു പോയി. അല്പസമയം കഴിഞ്ഞ് ഭക്ഷണം എടുത്തുകൊണ്ടു പോകാനായി മൂർത്തി അവിടേക്ക് വന്നു. എനിക്ക് രസമുണ്ടാക്കാനും അറിയില്ല, മീൻ വറക്കാനും അറിയില്ല, എന്നോട് ക്ഷമിക്കണം എന്നെഴുതി ടിഫിൻ കാരിയറിൽ വെച്ച് ഭക്ഷണം എടുത്തോണ്ടു പോകാൻ വന്ന മൂർത്തിയുടെ കയ്യിൽ കൊടുത്തു. മൂർത്തി ടിഫിൻ കാരിയർ വാങ്ങിക്കൊണ്ടുപോയി വിനുവിന്റെ ഓഫീസിലേക്ക് ചെന്ന് അദ്ദേഹത്തെ ഏൽപ്പിച്ചു. ഇന്നുച്ചയ്ക്കും ടിഫിൻ കാരിയർ തുറന്നു നോക്കി വിനു. അകത്ത് രസമും വറുത്ത മീനും ഉണ്ടായിരുന്നു. വൈകുന്നേരം വീട്ടിലേക്ക് വന്ന വിനു ഭാര്യയെ പ്രശംസിച്ചു. അത് കേട്ടപ്പോൾ സോണിക്ക് വലിയ അത്ഭുതം തോന്നി. ഒരുപക്ഷെ ഇതൊരു മാന്ത്രിക ടിഫിൻ ബോക്സ് ആയിരിക്കുമോ? വാസ്തവത്തിൽ ഇത് മാന്ത്രിക ടിഫിൻ ബോക്സ് ആണോ അല്ലയോ എന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പരിശോധിച്ചു നോക്കണം എന്ന് മനസ്സിൽ ഓർത്തു സോണി. ഓരോ ദിവസവും വിനു പലതരം ഭക്ഷണങ്ങൾ ചോദിക്കും.
സോണി എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പേപ്പറിൽ ഓരോ ദിവസവും എഴുതി വെക്കുകയും ചെയ്തു. അവൾ പേപ്പറിൽ എഴുതി വെക്കുന്ന ഓരോ കാര്യങ്ങളും രുചികരമായ ഭക്ഷണമായി മാറ്റിക്കൊടുത്തു ആ മാന്ത്രിക ടിഫിൻ കാരിയർ. ഇതുപോലെ എന്നും അവരുടെ വീട്ടിൽ സംഭവിക്കുമായിരുന്നു. പെട്ടെന്നൊരു ദിവസം എന്തെന്നറിയാത്ത ഒരു പേടി സോണിക്ക് മനസ്സിൽ തോന്നി. ദിവസവും ആ മാന്ത്രിക ടിഫിൻ ബോക്സ് നമ്മെ സഹായിക്കുന്നു. അതിനുവേണ്ടി ഈ മാന്ത്രിക ടിഫിൻ ബോക്സിനെ തന്നെ ആശ്രയിക്കാൻ പാടില്ല. ഞാൻ എങ്ങനെയെങ്കിലും പാചകം പഠിക്കണം. അതായിരിക്കും നല്ലത്. എന്നെങ്കിലും ഒരിക്കൽ ഈ മാന്ത്രിക ടിഫിൻ ബോക്സ് പ്രവർത്തിക്കാതെ പോയാലോ? അന്ന് ഞാൻ പഠിക്കുന്ന പാചകം എന്നെ സഹായിക്കും എന്ന് തീരുമാനിച്ചു സോണി. 30 ദിവസങ്ങളിൽ പാചകം പഠിക്കുന്നത് എങ്ങനെ? ഇങ്ങനെയുള്ള പലതരം പുസ്തകങ്ങൾ വാങ്ങി വായിച്ചു സോണി. കുറച്ചു ദിവസങ്ങളിൽ നന്നായി പാചകം ചെയ്യാൻ പഠിച്ചു സോണി. ഒരു ദിവസം വിനു ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോൾ അവന്റെ കയ്യിൽ ടിഫിൻ കാരിയർ ഇല്ലായിരുന്നു. അത് കണ്ടപ്പോൾ സോണി ചോദിച്ചു, എന്തുപറ്റി? ടിഫിൻ കാരിയർ കാണുന്നില്ലല്ലോ. മറന്നുപോയി ഓഫീസിൽ തന്നെ വെച്ചിട്ട് വന്നോ? അയ്യോ, അതിനെക്കുറിച്ച് പറയാതിരിക്കാ ഭേദം. വണ്ടിയിൽ വരുമ്പോ എങ്ങനെയോ അത് തെറിച്ച് അറിയാതെ റോട്ടിലേക്ക് വീണു. ഞാൻ വന്ന വഴി തന്നെ കിട്ടുമെന്ന് തിരിച്ചു പോയി നോക്കി. പക്ഷെ ആ ടിഫിൻ കാരിയർ എവിടെയും ഞാൻ കണ്ടില്ല. എന്ത് ജാലവിദ്യ ഉണ്ടായെന്ന് എനിക്കറിയില്ല. ആ ടിഫിൻ ബോക്സ് വീണ ശബ്ദവും എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. താഴെ വീണതിനെ ആരെങ്കിലും എടുത്തോണ്ട് പോയോന്നോ എനിക്കറിയില്ല. ഷെടാ, നിങ്ങളത് കളഞ്ഞോ? അതൊരു മാന്ത്രിക ടിഫിൻ ബോക്സ് ആയിരുന്നു. എന്ത് നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? മാന്ത്രിക ടിഫിൻ കാരിയറോ? അതെ ചേട്ടാ. സംഭവിച്ചതെല്ലാം വിനുവിനോട് പറഞ്ഞു സോണി. അത് കൊള്ളാം, അത്ഭുതമായിട്ടുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? എന്നെ കൊണ്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ലല്ലോ. ഇനിയിപ്പോ ടിഫിൻ കാരിയർ ഇല്ലാണ്ട് നീ ഇപ്പൊ എന്താ ചെയ്യാ? ഇനിയാണോ പാചകം പഠിക്കാൻ പോകുന്നത്? അങ്ങനെയൊന്നുമല്ല. ഞാൻ എന്നും ഇതുപോലെ ആ മാന്ത്രിക ടിഫിൻ ബോക്സിനെ ആശ്രയിക്കരുതെന്ന് കരുതി ഞാൻ സ്വയം പാചകം പഠിക്കാൻ വേണ്ടി പലതരം പുസ്തകങ്ങൾ വാങ്ങി വായിച്ച് പാചകം പഠിച്ചു. ഇപ്പോൾ മാന്ത്രിക ടിഫിൻ ബോക്സ് ഇല്ലെങ്കിലും ഞാൻ നന്നായി പാചകം ചെയ്യും. ശരി. ഇത്രയും കാലം തന്നെ സഹായിച്ച ആ മാന്ത്രിക ടിഫിൻ ബോക്സിന് നന്ദി പറഞ്ഞു സോണി. മാന്ത്രിക ടിഫിൻ ബോക്സ് സഹായിച്ചെങ്കിലും തന്റെ ശ്രമത്തിലൂടെ പാചകം പഠിച്ച സോണി അതിനുശേഷം പലതരം രുചികരമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി ഭർത്താവിന് കൊടുത്തു. അതിനുശേഷം സോണി വിനു എന്ന പേരിൽ സ്വന്തമായി ഒരു കാറ്ററിംഗ് സർവീസും തുടങ്ങി സോണി. ആ കാറ്ററിംഗ് സർവീസിലൂടെ കല്യാണങ്ങൾക്ക് മാത്രമല്ല എല്ലാത്തരം ആഘോഷങ്ങൾക്കും രുചികരമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി ആ കാറ്ററിംഗ് സർവീസിലൂടെ അയച്ചുകൊടുത്തു. അതുകൊണ്ട് അവൾ പഠിച്ചെടുത്ത പാചകം അവൾക്കൊരു വരുമാന മാർഗമായി മാറുകയും ചെയ്തു.